ഗുഡ് മോർണിംഗ്. സുഖമാണല്ലോ അല്ലേ? എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇവിടെ അത്യാവശ്യം സ്ലിപ്പറിയാണ്, അതുകൊണ്ട് ഞാൻ വേഗം ഇവിടെ നിന്ന് മാറി നിൽക്കട്ടെ. ഓക്കെ. അപ്പോൾ ഇന്നെന്താ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഒരു സ്പെഷ്യലായിട്ടുള്ള കുക്കിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ചെയ്യുന്ന ഒരു കുക്കിംഗ് ഒരു റെസിപ്പി ആയിട്ട് നിങ്ങൾ കണക്കൂട്ടണ്ട, പക്ഷെ ജസ്റ്റ് ഒരു ഫണ്ണി ആൻഡ് ഒരു എൻ്റർടൈൻമെൻറ്റ് കൈൻഡ് ഓഫ് വീഡിയോ ആയിട്ട് മാത്രം നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പേജിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരു ചിൽ വീഡിയോ ഒക്കെ വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെയ്യുന്ന ഒരു ഫണ്ണി കൈൻഡ് ഓഫ് വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. എന്താണ് എന്ന് ഞാൻ നേരത്തെ പറയുന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ സ്ട്രെയിറ്റ് അവേ വീഡിയോ കണ്ടുകൊള്ളുക. നിങ്ങൾക്ക് ഷുവറായിട്ടും നിങ്ങളെ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ. എല്ലാവരും വാച്ച് ചെയ്യുക, കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. കണ്ട, ഇത്തവണ ഞാനൊരു ടെക്നിക്ക് പരീക്ഷിച്ചു. നിങ്ങളെല്ലാവരും പറഞ്ഞില്ലേ കഴിഞ്ഞ തവണ തീ കത്താൻ ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. അതുകൊണ്ട് ഇത്തവണ വേഗം തീ കത്താനായിട്ട് ഞാനൊരു പുതിയ ടെക്നിക്കാണ് പരീക്ഷിച്ചേക്കണേ. എങ്ങനെയുണ്ട് ഈ ബുദ്ധി? എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാട്ടോ. ഇതാവതാ പെട്ടെന്ന് ചൂടായി തുടങ്ങി. ഇത് വേഗം ചൂടാവട്ടോ. മെഴുകുതിരി കത്തി തീർന്നത് മാത്രം നോക്കിയാൽ മതി. പക്ഷെ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ മെഴുകുതിരി വേറെ ഉണ്ട്. അപ്പോൾ വി ഹാവ് നോ പ്രോബ്ലം. അപ്പോൾ അത് ചൂടായി തുടങ്ങി. നമുക്കിനി എണ്ണ ഒഴിക്കാം കേട്ടോ. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നോളൂ. ഞാനിവിടെ എണ്ണ ഒഴിച്ച് പാചകം നിർത്തട്ടെ. പുറത്ത് പൊരിഞ്ഞ മഴ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത മഴയാണ്. മഴയൊന്നും നമുക്ക് വിഷയല്ലെന്നേ, നമുക്ക് തകർത്ത് കളയാം. അപ്പോൾ നമുക്ക് എണ്ണ ഇത്തിരി ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുണ്ട്. എണ്ണ പൊരിയുണ്ടോ നോക്കിക്കോളൂ കേട്ടോ നിങ്ങൾ. ഇത്ര എണ്ണ മതി നമുക്ക്. എണ്ണ പൊരിഞ്ഞു തന്നെ വേണ്ട. ഇനി നിങ്ങൾക്ക് ആർക്കും ഇതിനകത്തൊരു കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മുടെ എണ്ണയൊക്കെ പൊരിഞ്ഞു തന്നെ കണ്ടോ കുട്ടികളെ? കണ്ടോ. സൂപ്പർ ടെക്നിക്കല്ലേ. ഈ ടെക്നിക്ക് ഇഷ്ടപ്പെട്ടവർ വേഗം ലൈക്ക് അടിച്ചോളൂ കേട്ടോ. എൻ്റെ സ്വന്തം ബുദ്ധിയാണ്. ഇപ്പുറത്തിരിക്കുന്ന കുഞ്ഞ് ഹോക്കിൻസ് കുക്കറിനെ കണ്ട? അടിപൊളി. ഇഷ്ടപ്പെട്ടാ നിങ്ങൾക്ക് ഈ ടെക്നിക്ക്? ഇതാണ് എൻ്റെ പുതിയ കയ്യിലിട്ടാ. എണ്ണ ഏതായാലും പൊരിഞ്ഞു വരട്ടെ. നല്ല ചൂടുണ്ടേ. ചൂടുള്ളത് കാരണം ഞാൻ കരിക്കിലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു മെഴുകുതിരി കൂടി വേണമായിരുന്നോ? എനിക്കൊരു ഡൗട്ടേ. എണ്ണ പൊരിയണ സൗണ്ട് നിങ്ങൾ കേട്ടല്ലോ. ഇനി കേട്ടില്ല എന്ന് പറയരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി വേഗം തന്നെ അടുത്ത പടി ചെയ്യാം. എന്താ ചെയ്യണ്ടേ? സവോള ഇടാം. സവോള ഇട്ടോളൂ വേഗം. സവോള വരട്ടെ. കണ്ടോ? സവോള വന്നു. സൗണ്ട് കേട്ടോ. എണ്ണ പൊരിയുന്ന സൗണ്ട് കേട്ടല്ലോ. ഇനി കേട്ടില്ല എന്ന് മാത്രം പറയരുത്. സൂപ്പറായില്ലേ? നമ്മുടെ മെഴുകുതിരിയൊക്കെ തീരുന്നതിന് മുമ്പേ നമുക്ക് കുക്ക് ചെയ്തങ്ങ് തീർക്കണ്ടേ. സവോള നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. സവോള വേഗം മുരിയാനായിട്ടുള്ള ടെക്നിക്ക് എന്നത്. സ്പൂൺ ഇഷ്ടമായോ? എല്ലാവരും പറയണേ. സ്പൂൺ ഇഷ്ടമായോ ഇല്ലയോ എന്ന് വേഗം പറയണേ. ഇതിപ്പോൾ സവോള മുരിയാനായിട്ട് പ്രത്യേകിച്ച് ടെക്നിക്കൊന്നും വേണ്ട. കാരണം ഉപ്പിട്ടില്ലേലും കുഴപ്പമില്ല, സവോള നന്നായിട്ട് മുരിഞ്ഞു വരുന്നുണ്ട്. എങ്കിലും നമുക്കൊരു ലേശം ഉപ്പിട്ടേക്കാം. ഇനി നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം. സവോള സൂപ്പറായിട്ട് മുരിഞ്ഞല്ലോ. നല്ല ചൂട് ചട്ടിക്കുണ്ട്, അതുകൊണ്ട് സവോള നല്ല സൂപ്പറായിട്ട് അങ്ങോട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടോ. ഇനി വേഗം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അടുത്ത സാധനം, ദാറ്റ് ഈസ് ടൊമാറ്റോ ചേർക്കാം. ഞാൻ ടൊമാറ്റോ ചേർത്തതിന് ശേഷമാണ് മസാല ചേർക്കുന്നത് കേട്ടോ.
ഞെരിഞ്ഞിരാന്ന് സൗണ്ടൊക്കെ കേട്ടാ. കഴിഞ്ഞാണ് നിങ്ങൾക്ക് സൗണ്ട് കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേര് പരാതികൾ പറഞ്ഞു. അത് ശരിയായിരുന്നു. കാരണം തീ കത്തിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അന്ന് മഴ പെയ്ത് കിടക്കുന്ന കാരണമൊക്കെ നമ്മൾ അതുപോലെയുള്ള സമയത്ത് കുക്ക് ചെയ്തപ്പോഴേക്കും തീ എന്ത് ചെയ്തിട്ടും കത്തുന്നില്ലായിരുന്നു. ഞാൻ ഊതി 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 വിഷമിച്ചു. എന്നിട്ടും തീ കത്തുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഒരു കണക്കിന് ഞാനത് കംപ്ലീറ്റ് ചെയ്യുക ചെയ്തത്. അപ്പോൾ ഇത്തവണ നന്നായിട്ട് തീ കത്താനായിട്ട് ഞാൻ പ്രയോഗിച്ച ഒരു ടെക്നിക്കാണിത്. എങ്ങനെയുണ്ട് ഈ ടെക്നിക്ക്? ഇഷ്ടപ്പെട്ടാ? നേച്ചർ കുക്കിങ്ങിൽ മാത്രമേ ഇട്ടത് നടക്കുള്ളൂ. മറ്റതിൽ എത്ര മെഴുകുതിരി കത്തിച്ചാലോ നടക്കില്ല. നോട്ട് പോസിബിൾ. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ട്രൈ ചെയ്യാം, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഇടാം. അധികം കാത്തു നിൽക്കണ്ട. കാരണം നമുക്ക് മെഴുകുതിരി കത്തി തീർന്നതിന് മുമ്പ് സംഗതികൾ തീർക്കണം. കണ്ട, ഒരു ലേശം മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി, ലേശം മുളക് പൊടി മതി കേട്ടോ. എനിക്ക് അധികം എരിവ് താല്പര്യമില്ല, ലേശം മതി. ലേശം മുളക് പൊടി. ഇനി നമ്മുടെ മെയിൻ താരമായ ഉലർത്ത് മസാല, മീറ്റ് ഉലർത്ത്. ഞാൻ ബ്രാൻഡൊന്നും പ്രൊമോഷൻ ചെയ്യണമല്ല കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന സാധനം ജസ്റ്റ് ചേർത്തുന്നുള്ളൂ, ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇത് ലേശം മതി. മതി 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 ഒരുപാട് വേണ്ട. ഇനി പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ സംഗതികളൊക്കെ കരിഞ്ഞ് ആകെ വശക്കേടായി പോകും. ഹാ 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 ഹാ, എല്ലാം കൂടെ ചേർത്തപ്പോൾ എന്താ ഒരു സ്മെല്ല്! സൂപ്പർ സ്മെല്ലാണ് വരുന്നത്. അടിപൊളി 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 അടിപൊളി. യം 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 യം. നല്ലോണം മുരിഞ്ഞ് സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി കണ്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കല്ലേ. തക്കാളി നല്ലോണം അഴന്ന് വരുന്നുണ്ട്. അടിപൊളിയായിട്ട് വരുന്നുണ്ട്. നല്ലോണം അങ്ങോട്ട് കുക്കാവട്ടെ കേട്ടോ. ലേശം വേണമെങ്കിൽ ഉപ്പും കൂടെ കൊടുക്കാം നമുക്ക്. എന്താ, കടുക് പൊട്ടിക്കണോ? വേണമെങ്കിൽ നമുക്കൊരു ഇത്തിരി കടുക് പൊട്ടിക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ടൊമാറ്റോ മസാല. കണ്ട, ടൊമാറ്റോ എരിയണ കണ്ട. നല്ലോണം തീ കത്തുണ്ട്, അതുകൊണ്ടാണ് ടൊമാറ്റോ നന്നായിട്ട് എരിയണേ. ഇനി നിങ്ങൾ പറ, ഇത്ര മതിയോ അതെയോ ഈ സമയത്ത് വാങ്ങണോ? ഇപ്പം എൻ്റെ കൂടെ അമ്മ ഇല്ല കേട്ടോ, ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യണേ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ പറ, ഈ സമയത്ത് ഞാൻ വാങ്ങട്ടെ? ഇതല്ലേ നമ്മുടെ പെർഫെക്റ്റ് പാകം? ഇത് മതിയല്ലേ? അപ്പം ഞാൻ വാങ്ങി വെക്കാം. സൂപ്പറായിട്ടുണ്ട് നമ്മുടെ. എന്ത് രസമായിട്ടാ കുക്കായി നോക്കിയും. നല്ലതായിട്ട് പാകമായി. ഇത് ഞാൻ സ്പൂണിലെടുത്ത് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് ഇത്ര നേരം ഇത് കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നല്ല ആവി പറക്കണ ചൂടോടുകൂടി കഴിച്ചോട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇനി നമുക്ക് ലേശം കടുവും കൂടി താളിച്ചേക്കാം. അതല്ലേ അതിൻ്റെ ഒരു മര്യാദ. അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഈ പാത്രത്തിലേക്ക്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പാത്രം? കാണാൻ പറ്റില്ല അല്ലേ? ഇത്തിരി നീക്കി വയ്ക്കാം. ഈ പാത്രത്തിലേക്ക് നമുക്ക് കറി മാറ്റാം. ഞാൻ എല്ലാം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു കേട്ടോ. ഇനി കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കണം, അതിനുശേഷം എണ്ണ താളിക്കാം. അപ്പം നമ്മുടെ തീയൊക്കെ കെട്ട് തുടങ്ങാറായി. അതിന് മുമ്പ് നമുക്ക് ലേശം കടുകും കൂടെ തളിച്ചേക്കാം. അതല്ലേ അതിൻ്റെ ഒരു ഭംഗി. അടുത്തത് നമ്മൾ കടുക് പൊട്ടിക്കാൻ പോവാണ്. കടുകൊക്കെ ഇവിടെ ഓൾറെഡി കുപ്പിക്കകത്ത് ഇരിപ്പുണ്ട്. എണ്ണ ശരിക്കും മൊരിയണ കണ്ടോ നിങ്ങൾ? എണ്ണ മൊരിയണത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചേക്കണേ കേട്ടോ. നല്ല സൂപ്പറായിട്ടില്ലേ? കാരണം കഴിഞ്ഞ വീഡിയോയിൽ എണ്ണ മൊരിയണ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഒരു ലേശം കൂടി കടുക് പൊട്ടിക്കണ്ടേ? അതല്ലേ അതിൻ്റെ ഒരു രസം. കാണിച്ചു തരാം. ഇത്രയും കടുക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇടാൻ പോവാണ്. ഓക്കെ, കടുക് ഇടാം കേട്ടോ. നമുക്ക് കടുക് പൊട്ടട്ടെ.
കടുക് പൊട്ടണ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും മക്കളെ, കാണിച്ചു തരും. കടുക് പൊട്ടി പൊട്ടി വരുന്നുണ്ട്. സൗണ്ട് കേൾക്കാവോ? മഴ ആയത് കാരണം സൗണ്ട് കേൾക്കാൻ പറ്റണ്ടോ എന്ന് എനിക്കറിയില്ല. കടുകൊക്കെ ചെറുതായിട്ടൊക്കെ പൊട്ടി തുടങ്ങിട്ടോ. നല്ല മഴയാണ്, അതാണ് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റാത്ത. കടുകൊക്കെ പൊട്ടി തുടങ്ങിട്ടോ. എന്താ നല്ല തീയല്ലേ പോണത്, പിന്നെ എങ്ങനെ കടുക് പൊട്ടാതിരിക്കും? ചെറിയ കാറ്റുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഈ മെഴുകുതിരി കിടന്ന് ആടി കൊലയുന്നത്. ഇതൊക്കെ പൊട്ടി കേട്ടോ. അപ്പോൾ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സംഭവം ട്രാൻസ്ഫർ ചെയ്ത് മാറ്റാം. ഓക്കെ, ഇനി ലേശം കടുക് താളിച്ചത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇടാം. അടിപൊളിയായില്ലേ? കടുകൊക്കെ താളിച്ചു. നല്ല സൂപ്പർ കറിയാണ് കേട്ടോ, നല്ല രസമുണ്ട് കറി. പുറത്ത് നല്ല കിടുക്കാച്ച് മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ നമ്മുടെ കുക്കിംഗ് കംപ്ലീറ്റ് ചെയ്തു. കടുകൊക്കെ താളിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് തരാൻ പറ്റണില്ലല്ലോ എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഞാനിത് സ്റ്റിൽ അടുപ്പിൽ തന്നെ വെച്ചേക്കണത് എന്തുകൊണ്ടാണെന്നറിയോ? ചൂടായിട്ട് തന്നെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അടുപ്പിൽ തന്നെ വെച്ചേക്കണതാ. ഇത് നിങ്ങൾക്ക് കിഡിലൻ കറിയാട്ടോ, കിഡിലൻ കിഡിലൻ. അമ്മ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. പണി തുടങ്ങി. അതെ അതെ അതെ, ആയതുകൊണ്ട് ഞാൻ കയറി വരാതിരുന്നതാട്ടോ. എങ്ങനെയാണെന്നൊന്ന് നോക്കട്ടെ കേട്ടോ. കയ്യിലെടുക്കാൻ പറ്റില്ല, വായിലേക്ക് ഇങ്ങനെ വെക്കാം. കയ്യിലേക്ക് എടുത്താൽ ഈ കിണ്ണം കയ്യിലിരിക്കുമല്ലേ, അതാ. നല്ലതാ നല്ലതാ, നല്ല ഗരം മസാലയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. എരിവും പുളിയും ഉപ്പും ഒക്കെ പാകാണ്, നന്നായിട്ടുണ്ട്. ഇത് ടൊമാറ്റോയും സവോള ഇഞ്ചിയാണോ? ടൊമാറ്റോയും ചെറിയ ഉള്ളിയും പിന്നെ ഇഞ്ചി ഇട്ടിട്ടില്ല. ഇഞ്ചിയുടെ ടേസ്റ്റ് എനിക്ക് തോന്നി. ഗരം മസാല ഒക്കെ ഇട്ടിട്ടുണ്ട്. ഗരം മസാലയുടെ ടേസ്റ്റ് കിട്ടി, എനിക്ക് ഇഞ്ചി ഉള്ളതുപോലെ തോന്നി. നല്ല സൂപ്പർ അല്ലേ? നല്ല കൊള്ളാം. അടിപൊളി അടിപൊളി.